Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കപ്പയും ചമ്മന്തിയും വെച്ച് കഴിച്ച് പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ. അനിശ്ചിതകാല പണിമുടക്ക് മൂന്നാം ദിനത്തിൽ കാലടിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. അങ്കമാലി കാലടി അത്താണി കൊട്ടി മേഖലയിലെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ മൂന്നാം ദിവസമാണ് ഇന്ന് പണിമുടക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് അത്താണി കൊരട്ടി കാലടി മേഖലയിലെ തൊഴിലാളികൾ പട്ടിണി സമരം പോലെയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ബസ് ഉടമകൾ കൂലി വർധനവ് തരൂല എന്ന ഒരു കർശന നിലപാടാണ് സ്വീകരിക്കുന്നത്. 7 വട്ടം ചർച്ച നടന്നിട്ടും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പിൽ നടത്തിയ ചർച്ചയിലും അവരുടെ നഷ്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളിയുടെ കൂലി കൂട്ടി നൽകുകയില്ല എന്ന കർശന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്നലെ വീണ്ടും ചർച്ച അലസിയുകൊണ്ട് ഇന്ന് വീണ്ടും നമ്മൾ പണിമുടക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം കൂലി കൂട്ടി കിട്ടുന്നത് വരെ നമ്മൾ ഈ പണിമുടക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കാരണം 220ഓളം വണ്ടികൾ ഈ മേഖലയിൽ ഓടുന്നുണ്ട്. അതിലെ മുഴുവൻ തൊഴിലാളികളും ഇന്ന് പണിമുടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി കാലടി അത്താണി കൊരട്ടി മേഖല സ്വകാര്യ ബസ് ജീവനക്കാരുടെ അനിശ്ചിതകാല പണിമുടക്ക് മൂന്നാം ദിനം. പണിമുടക്കിയ തൊഴിലാളികൾ കാലടിയിൽ പ്രകടനവും പൊതുയോഗവും കപ്പയും ചമ്മന്തിയും വെച്ച് കഴിച്ച് പ്രതിഷേധിച്ചു. അങ്കമാലി അത്താണി കാലടി മേഖലയ്ക്കകത്ത് തൊഴിൽ വിഷയങ്ങളിൽ ഒരിക്കലും തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകാറില്ല. വളരെ സമാധാനപരമായി എല്ലാ കാലത്തും തൊഴിലാളികളുടെ ന്യായമായ കൂലി വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവനവേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് സ്വീകരിച്ചാണ് ട്രേഡ് യൂണിയനുകൾ പോയിട്ടുള്ളത്. എന്നാൽ ഈ വർഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 2 വർഷത്തെ കാലാവധിയിലാണ് ഇവിടെ ഈ മേഖലയ്ക്കകത്ത് എഗ്രിമെൻ്റ് വയ്ക്കുന്നത്. തൊഴിലാളികളുടെ സേവനവേതന വ്യവസ്ഥകൾ 2 വർഷത്തിലൊരിക്കൽ എന്ന നിലയിൽ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു ഭാഗം വരുന്നത് ഉടമകളിലാണ്. ഉടമകൾ തീർച്ചയായും ആ വിഷയം 2 വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങളുണ്ടാകാം, അവർ നേരിടുന്ന വിവിധ തരത്തിൽ വെല്ലുവിളികളുണ്ടാകാം. ആ വെല്ലുവിളികളാകെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇത്തവണത്തിൽ പണിമുടക്കിലേക്ക് തൊഴിലാളികളെ തള്ളിവിടുന്നതിനാവശ്യമായ നിലപാടിൽ ഉടമകളുടെ വലിയ പിടിവാശി ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊന്നാമതായി തന്നെ പറയുന്നത് അങ്കമാലി അത്താണി അതുപോലെ തന്നെ കാലടി മേഖലയ്ക്കകത്ത് തൊഴിലാളികൾ പണിമുടക്കുമ്പോൾ അവരുടെ കൂലി വർദ്ധിപ്പിച്ച് കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയിലെ തൊഴിലുടമകളുടെ വെറും ബാലിശമായ വാദമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കേരള സംസ്ഥാനത്തെമ്പാടും ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിനെ സംബന്ധിച്ചാണ് ഇവർ പറയുന്ന കാര്യം. ഇതെങ്ങനെയാണ് അങ്കമാലിയിലെ തൊഴിലാളികളെ മാത്രം ബാധിക്കുന്നത്? അവരുടെ കൂലി വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കേണ്ടതാണോ? ഈ സംസ്ഥാനത്തെമ്പാടും പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ കേവലം ഇവിടുത്തെ ഒരു പ്രശ്നമായി മാത്രം കണ്ടുകൊണ്ട് ഉടമകൾ ഉയർത്തുന്ന വാദം തന്നെ നിരർത്ഥകമാണ്. അപ്പം അതുകൊണ്ട് അവർ ആ വാദം അവസാനിപ്പിക്കണം. അവർ ഉയർത്തുന്ന മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സന്നദ്ധമായിക്കൊണ്ടാണ് തൊഴിലാളികൾ വെച്ച ഡിമാൻഡിൽ നിന്നും വളരെ പിറകിലേക്ക് പോകുന്നതിനാവശ്യമായ സമീപനം തൊഴിലാളി യൂണിയനുകളാകെ സ്വീകരിച്ചിട്ടുള്ളത്. പൊതുയോഗം CITU അങ്കമാലി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് PV ടോമി ഉദ്ഘാടനം ചെയ്തു. KP പോളി, AV സുധീഷ്, MS ദിലീപ്, VG സുനിൽ, PO ഷിജു, ജിൻഷാദ് എന്നിവർ നേതൃത്വം നൽകി. നമ്മളിപ്പോൾ സമരം ഇന്നലെ 3 ദിവസം സമരമാണ് ഇപ്പോൾ നിലവിൽ. പലവട്ട ചർച്ചയിലും ഇവർ വിദ്യാർത്ഥികളുടെ പൈസ കൂട്ടുന്ന കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ്
ഒരു ചർച്ചയിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. ഇന്നലത്തെ ചർച്ചയിലാണെന്നുണ്ടെങ്കിൽ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി പങ്കെടുത്തില്ല. അവരെ നോമിനികൾ മാത്രം വിട്ടുകൊണ്ട് ഈ സമരം തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങളെ നിർബന്ധിക്കുന്ന രീതിയിലാണ് ഇവർ ഓരോ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. നിലവിൽ ഒരു വണ്ടിയിലും നിസ്സാര വണ്ടിയിൽ മാത്രമേ ഡോർ ചെക്കർമാരുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് ഒരു ഡോറിൽ നിൽക്കുന്ന ഒരാൾക്ക് 800 രൂപ കൂട്ടി കഴിഞ്ഞാലും ഒരു മാസം നല്ലൊരു തുക അവർക്ക് ലാഭം കിട്ടുന്നുണ്ട്. നമ്മൾ ഏറ്റവും മിനിമം കഴിഞ്ഞ വർഷത്തെ രൂപ 400 രൂപ എന്നുള്ളൊരു ശമ്പളം അതുവരെ കൂട്ടിത്തരാൻ അവർ തയ്യാറല്ല. അവരിപ്പോഴും പണ്ടത്തെ ചങ്കര തെങ്ങുമെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ വ്യാപകമായ പ്രശ്നം കേവലം അങ്കമാലി മേഖലയിലേക്ക് ചുരുക്കിക്കൊണ്ടാണ് ഇവർ ഈ പ്രശ്നത്തെ നേരിടുന്നത്. അങ്കമാലി തൊഴിലാളികൾ വിചാരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളപ്പോൾ കൺസെഷൻ കൂട്ടാൻ പറ്റുമോ? നടപടിയാവുന്ന കാര്യമല്ല. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ കേവലം ഞങ്ങളുടെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി മാത്രം. ഞങ്ങളുടെ കുടുംബങ്ങളിപ്പോൾ 3 ദിവസമായിട്ട് ഞങ്ങൾക്ക് പണിയില്ല, ഞങ്ങൾ പട്ടിണിയിലാണ്. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായാലും പൈസ ഉണ്ട്. ഞങ്ങളുടെ ആവശ്യം ഡെയിലി അന്നന്ന് പണിക്ക് പോയി അന്നന്ന് കാലം നടത്തുന്ന പണിക്കാർ ഞങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാരും ഞങ്ങളാരും ബാങ്ക് ബാലൻസ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ജന്മികളായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ പണ്ടത്തെ ഫ്യൂഡൽ വ്യവസ്ഥ ആ ഒരു ജന്മിത്ത മനോഭാവം കൊണ്ടെടുക്കുന്ന മുതലാണ് ഒരു വാക്ക് പറയുള്ളൂ. ഇതിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടർന്നുകൊണ്ടിരിക്കും. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ളാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി.